വെൽക്കം ടു അവർ ചാനൽ. ഞാനിന്ന് നിങ്ങളെ പുതിയതായിട്ട് കാണിക്കാൻ പോകുന്ന ഒരു വീഡിയോ ഒരു വെജിറ്റബിൾ ചോപ്പറിൻ്റെയാണ്. ഈ വെജിറ്റബിൾ ചോപ്പർ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ബ്ലേഡ് കംപ്ലൈൻ്റ് ആയി. ആ ബ്ലേഡ് കംപ്ലൈൻ്റ് ആകുന്നത് എങ്ങനെയാണ് അത് റിപ്പയർ ചെയ്യുന്നത്, വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അതിനെ റിപ്പയർ ചെയ്യുന്ന കാര്യമാണ് കാണിക്കുന്നത്. കാര്യം ഞാനിത് ഒത്തിരി അടുത്ത് കൊണ്ടുവന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന് ബ്ലേഡ് കിട്ടാനില്ല, അല്ലെങ്കിൽ അത് റെഡി ആകുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ഒരു സാധനം അവൈലബിൾ അല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കാനായിട്ട് തയ്യാറാണ്. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു. ബാക്കി നമുക്ക് ആ വീഡിയോയിലൂടെ കാണാം. നമ്മളിപ്പോൾ ഇവിടെ കാണിക്കുന്ന വീഡിയോ ഒരു വെജിറ്റബിൾ ചോപ്പറിൻ്റെ ബ്ലേഡ് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബ്ലേഡ് പ്ലാസ്റ്റിക് ആയിരുന്നു. അത് കറങ്ങിയപ്പം അതിൻ്റെ പൊസിഷൻ ശരിയല്ലഞ്ഞിട്ട് പോയായിരുന്നു. അപ്പോൾ അത് റിപ്പയർ ചെയ്തേക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് വെറും 2 മുള്ളാണി വെച്ച് മാത്രം എങ്ങനെ അതിനെ റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഒരു മുള്ളാണി എടുത്ത് ചൂടാക്കി അതിലേക്ക് കിഴിച്ച് കയറ്റുക. അത് പഴുത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റണം. ഞാനിപ്പോൾ ഈ വീഡിയോ കാണിച്ചത് അതേ രീതി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ്, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഫൈനലിൽ നിങ്ങളത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പം അടുത്തത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് കുറച്ച് MCയിലാണ്. അത് MCലിൻ്റെ 2 കോമ്പൗണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. അപ്ലൈ ചെയ്യുന്ന ഒരു സ്റ്റിഫ്നെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ് MCയിൽ അപ്ലൈ ചെയ്യുന്നത്. അതിൻ്റെ എക്സസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ കുറച്ച് ഉണങ്ങിയതിന് ശേഷം, ഒന്ന് ഡ്രൈ ആയതിന് ശേഷം അതിനെ ഒരു കത്തിയോ ബ്ലേഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റിയിട്ട് അത് ഫുള്ള് ഉണങ്ങിയതിന് ശേഷം അതിനെ ഒരു ഫയൽ ചെയ്ത് ഒരേ ലെവലാക്കി എടുക്കുക. നമ്മുടെ മിക്സിയുടെ, അതായത് അതിൻ്റെ മോട്ടർ ഭാഗത്തിലേക്ക് കയറാനുള്ള ആ സ്ലോട്ടിൻ്റെ കറക്റ്റ് ലെവലാക്കി അതിനെ മാറ്റിയെടുക്കുക. അതാണ് ഇത്രയും സിമ്പിളാണ്. നിങ്ങൾക്ക് ബാക്കി ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രയും സിമ്പിളാണ് ആ കാര്യം എന്നുള്ളത്. സാധാരണ നമ്മളെല്ലാവരും നമുക്ക് ഈ നാട്ടിൽ ഈ ബ്ലേഡുകൾ കിട്ടാറില്ല. ഓൾമോസ്റ്റ് എല്ലാവരും വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഇത് കൊണ്ടുവന്ന് നമുക്കിവിടെ എന്തെങ്കിലും കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ നമുക്കിവിടെ അവൈലബിൾ അല്ല. അതിന് എല്ലാവരും എടുത്ത് അതിനെ ഉപേക്ഷിക്കുകയാണ് പതിവ്. നമുക്കത് സിമ്പിളായിട്ട് ഇത്രയും ഒരു ചെറിയ കാര്യത്തിൽ അതിനെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഇപ്പം ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ഏതാണ് എന്നുള്ളത്. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു 10 മിനിറ്റത്തെ പരിപാടി പോലും ഇല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ഒരു 1000, 2000, 3000 ആ റേഞ്ചിൽ വരുന്ന സാധനം നമ്മളെടുത്ത് കളയുന്നത്, വേസ്റ്റാക്കി കളയുന്നത്. 1 രൂപ പോലും, അതായത് 2 മുള്ളാണിക്ക് എത്ര രൂപ വിലയുണ്ട്? അത്രയും വിലയേ ഉള്ളൂ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യത്തിന്. അതിന് നമ്മൾ ചിലപ്പം ഒരു കടയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് എന്തോരം അവർ പൈസ ഇത് ചെയ്യുമെന്ന് അറിയത്തില്ല. തന്നെയല്ല, ചിലപ്പോൾ അത് ഇല്ല എന്നും പറഞ്ഞ് നമ്മളെ ഒഴിവാക്കി വിടുകയും ചെയ്യും. ഈ സാധനം കിട്ടുകയില്ല, നിങ്ങളത് ഉപേക്ഷിച്ചേക്ക് എന്നാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഇതാ നോക്കിക്കോളൂ. ഞാൻ ഇതെല്ലാം റിപ്പയർ ചെയ്തിട്ട് നിങ്ങളെ അത് വർക്ക് ചെയ്യിച്ച് കാണിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ അതിൻ്റെ വർക്കിംഗ്. അതിപ്പോൾ ഏത് ലോഡ് വേണേലും അതിനകത്തിൽ താങ്ങാൻ പറ്റും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് അതിനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ ഉണ്ടെങ്കിൽ പറയാനും മടിക്കരുത്. അത് തിരുത്താനായിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.